ഇന്ന് നമുക്കൊരു സ്ട്രിങ് സൈസിങ്, അതായത് നമ്മുടെ ഒരു സോളാർ ഓൺ ഗ്രിഡ് അല്ലെങ്കിൽ ഓഫ് ഗ്രിഡ് നമ്മൾ പാനൽ വയ്ക്കുന്നു. ഓൺ ഗ്രിഡിൻ്റെ ഉള്ള രീതിയിൽ ഞാനിപ്പോൾ പറയാം. ഓൺ ഗ്രിഡിൻ്റെ ഒരു സിസ്റ്റം നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എത്ര പാനൽസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും, എത്ര പാനൽസ് പാരലലായിട്ട് കണക്ട് ചെയ്യും എന്നുള്ള ഡൗട്ട് നമുക്ക് വലിയ വലിയ സിസ്റ്റംസ്, അതായത് ഒരു 25-30 കിലോ വാട്ടിൻ്റെ റേഞ്ചുള്ള സിസ്റ്റംസ് ചെയ്യുമ്പോൾ നമുക്ക് ആ കൺഫ്യൂഷൻ വരാം. ഒരു സാധാരണ വീട്ടിലൊക്കെ വയ്ക്കുന്ന 1 കിലോ വാട്ട് മുതൽ 5 കിലോ വാട്ടിലൊന്നും ഈ ഡൗട്ടുകൾ വരാൻ സാധ്യത കുറവാണ്. കാരണം ഓൾമോസ്റ്റ് എല്ലാം സീരീസ് ആയിരിക്കും, നല്ലൊരു അതിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വരില്ല. എന്നാൽ വലിയ സിസ്റ്റത്തിലാണ് ഇത് കൂടുതലും നമുക്ക് കൺഫ്യൂഷൻസ് വരുത്താനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് പിന്നെ പഴയ വീഡിയോസിൽ പറഞ്ഞ കാര്യം തന്നെ ഒന്ന് എടുത്ത് പറയുകയാണ്. അപ്പോൾ നമ്മുടെ സോളാറിൻ്റെ ഒരു പാനലെടുത്ത് അതിലൊരു ചെറിയൊരു ഇതിൻ്റെ സെല്ലെന്ന് പറയും, അതെല്ലാം അറേഞ്ച് ചെയ്തതിൻ്റെ മോഡ്യൂൾ, PV മോഡ്യൂൾ എന്ന് വിളിക്കും. ഇതിനെ നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അറേയും സ്ട്രിങ്സ് ആയിട്ടൊക്കെ വരും. അപ്പോൾ സീരീസായിട്ട് കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ സ്ട്രിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ എത്ര സീരിയൽ കണക്ഷൻസ് ഉണ്ടെന്നാണ്, അപ്പോൾ എത്ര നമ്പർ ഓഫ് സ്ട്രിങ്സ് ഉണ്ടെന്ന് അറിയുക. അപ്പോൾ ഈ സ്ട്രിങ്സ് ഇങ്ങനെ പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ അറേ എന്ന് വിളിക്കും. ഇതൊന്ന് റീക്യാപ്പായിട്ട് പറഞ്ഞു എന്നുള്ളൂ. ഇതിൻ്റെ അകത്ത് കാണാം ഒരു എക്സാമ്പിളായിട്ട് 3 പാനൽ സീരീസായിട്ട് കണക്ട് ചെയ്തേക്കണം കാണാം. പ്ലസ്സും മൈനസും, ഏറ്റവും എൻഡിൽ നിന്ന് ഒരു പ്ലസ്സും കിട്ടും, ഈ ഏറ്റവും എൻഡിൽ നിന്ന് മൈനസും, ഈ ഏറ്റവും എൻഡിൽ നിന്ന് പ്ലസ്സും കിട്ടും. മൈനസിൽ നിന്ന് ഇതിൻ്റെ പ്ലസ്, ഇതിൻ്റെ മൈനസിൽ നിന്ന് ഇതിൻ്റെ പ്ലസ്സിലേക്ക് അങ്ങനെ കണക്ട് ചെയ്ത് വയ്ക്കുക. അതുകൂടാതെ നമ്മൾ സോളാർ പാനലിൽ മെയിനായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ചില കാര്യങ്ങളും ഓൾറെഡി പറഞ്ഞ വീഡിയോസിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. മാക്സിമം പവർ, മാക്സിമം വോൾട്ടേജ്, മാക്സിമം കറണ്ട്, പിന്നെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്, ഷോർട്ട് സർക്യൂട്ട് കറണ്ട്, മാക്സിമം സിസ്റ്റം വോൾട്ടേജ്, പിന്നെ നോർമൽ ഓപ്പറേറ്റിംഗ് സെൽ ടെമ്പറേച്ചർ. ഇതൊക്കെ ഞാൻ ഓൾറെഡി പല വീഡിയോകളിലായിട്ട് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഈ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഒന്നും കൂടി അതൊന്ന് ഓർത്ത് വയ്ക്കണം എന്ന് പറയണം. അപ്പോൾ ഇതെല്ലാം സ്റ്റാൻഡേർഡ് ടെസ്റ്റ് കണ്ടീഷൻസിലാണ് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക്. അതായത് അതിൽ റേഡിയൻസ് 1000 വാട്ട് പെർ മീറ്റർ സ്ക്വയറും, എയർ മാസ് 1.5, സെൽ ടെമ്പറേച്ചർ 25 ആണ്. അതിൽ 23+C എന്ന് എഴുതിയേക്കുന്നത്, 25 ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പം നമ്മുടെ ചോദ്യം ഇതാണ്, ഇപ്പോൾ ഇതിൽ 3 പാനൽ ഇങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. അങ്ങനെ എത്ര പാനൽ നമ്മളിപ്പോൾ ഒരു 30 കിലോ വാട്ട്, 25 കിലോ വാട്ട് അങ്ങനെ ഇത് ചെയ്യുമ്പോൾ എത്ര പാനൽ ഇങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം, അങ്ങനെ എത്ര കണക്ഷൻസ് ഇതേപോലെ പാരൽ ചെയ്യാം. ഇതിലിപ്പോൾ 4, അതായത് ഇതും സീരീസാണ്, അപ്പോൾ 1 സ്ട്രിങ്ങായി. ഇതും സീരീസ് 2 സ്ട്രിങ്ങായി. ഇതും സീരീസ് 3 സ്ട്രിങ്. ഇതും സീരീസ് 4 സ്ട്രിങ്. അങ്ങനെ 4, 1, 2, 3, 4 4 സ്ട്രിങ് ഇതിൽ കണക്ട് ചെയ്തേക്കുക പാരലായിട്ട്. അപ്പോൾ ഇങ്ങനെ എത്രണ്ണം പാരൽ ചെയ്യാം, എത്രണ്ണം സീരീസ് ചെയ്യാം, അതാണ് പൊതുവെ വരാൻ പോകുന്ന കൺഫ്യൂഷൻ. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഓരോ പാനൽസിൽ നിന്ന് എത്ര വോൾട്ടേജ് കിട്ടുമെന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു സെല്ല്, കുറേ സെല്ലുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തായിട്ട് തന്നെ വേണം കൂട്ടാൻ സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിപ്പോൾ ഉദാഹരണത്തിന് ഒരു സെല്ലുകളാണ് എടുക്കുന്നത്. ഒരു പാനലിൽ നിന്നുള്ള ഓരോ സെല്ലിൽ നിന്നുള്ള വോൾട്ടേജുകൾ കൂടി, അതായത് ഇപ്പോൾ 4 സീരീസ് ആയിട്ട് കണക്ട് ചെയ്താണ് കാണുന്നത്. 4 സെല്ല് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ സെല്ലിൽ നിന്ന് 0.5 വോൾട്ട്, അപ്പോൾ 1, 2, 3, 4 സെല്ലുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വോൾട്ടേജ് കൂട്ടി 2 വോൾട്ട് എന്ന് പറഞ്ഞ് കിട്ടുന്ന കാണാവുന്നുണ്ട്. അതായത് അതിലെ കറണ്ട് സെയിം തന്നെയാണ്, ടോട്ടൽ സെയിം കറണ്ട് തന്നെയായിരിക്കും എല്ലാ സെല്ലിൽ കൂടെയും ഫ്ലോ ചെയ്യുന്നത്. കറണ്ടിന് വ്യത്യാസം വരില്ല. അപ്പോൾ ഇത് 4 പാനലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിപ്പോൾ ഒരു സെല്ലായിട്ടാണ് കാണിച്ചേക്കുന്നത്. സെല്ലിന് പകരം 4 പാനലാണെങ്കിലും ഇതേ അവസ്ഥ തന്നെയാണ്. സീരീസായിട്ട് കണക്ട് ചെയ്ത 4 പാനൽസിൻ്റെ അകത്തുള്ള വോൾട്ടേജുകൾ ആഡ് ആവുകയും അവിടുത്തെ കറണ്ട് സെയിം ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ നെയിം പ്ലേറ്റൊക്കെ റീഡ് ചെയ്യാൻ പഠിച്ചല്ലോ. അപ്പോൾ ഒരു 4 പാനൽ നമ്മൾ ഇതേപോലെ സീരീസായിട്ട് കണക്ട് ചെയ്താൽ ആ പാനലിൽ പറഞ്ഞേക്കുന്ന കറണ്ട് തന്നെ ആയിരിക്കും നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുക. എന്നാലും വോൾട്ടേജ് ആ 4 കൂടി ആഡ് ആവും. ഇപ്പോൾ 30 വോൾട്ട് എന്ന് പറഞ്ഞ ഒരെണ്ണത്തിൻ്റെ കൊടുത്തിട്ടുണ്ടെങ്കിൽ 30 × 4 120 വോൾട്ട് നമുക്ക് കിട്ടും സീരീസായിട്ട് 4 കണക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അത് ഒരു ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ എന്നുള്ള രീതിയിൽ കാണിച്ചിരിക്കുക. സോളാറിൻ്റെ സെല്ലുകൾ ഇങ്ങനെ സീരീസായിട്ട് കണക്ട് ചെയ്യുമ്പോൾ പ്ലസ് മൈനസ് പറഞ്ഞ് അതിൻ്റെ അകത്ത് കൂടി ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്ത് നമുക്ക് ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ അതിൻ്റെ അകത്ത് കാണിച്ചേക്കുകയാണ്. സെയിം കറണ്ട് തന്നെയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ആ ഒരു പടം കാണിച്ചേക്കുന്നത്. ഇനി നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്തേക്കുന്ന കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ ഡയോഡ്, അതിൻ്റെ അകത്ത് ബൈപ്പാസ് ഡയോഡ് എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ
അത് നമ്മുടെ പാനലിൻ്റെ അകത്തുള്ളതായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. പാനലിൻ്റെ ബാക്ക് സൈഡിലുള്ള ആ ബോക്സിൻ്റെ അകത്ത് ബൈപ്പാസ് സൈഡ് ഉണ്ടാവും. അത് നമ്മൾ പഠിച്ചിരുന്നു. ഷാഡോ ഒക്കെ വരുമ്പോൾ അതിനെ ഒഴിവാക്കി വിടാൻ വേണ്ടിയാന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് തൽക്കാലം നോക്കാം. ഈ 2 പാനൽ സീരീസാണ് ഉണ്ടോ, പ്ലസ് മൈനസ് പ്ലസ് പറഞ്ഞു വരുന്നുണ്ട്. ഈ അറ്റത്തുനിന്ന് മൈനസ് എടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ ഈ പാനൽ ശ്രദ്ധിച്ചാൽ പ്ലസ് മൈനസ് അങ്ങനെ സീരീസ് ആയിട്ട് നടക്കുന്നത്. അപ്പം നമ്മൾ ഇത് രണ്ടും കൂടി ഇതിൻ്റെ പ്ലസ്സുകൾ 2 ആഡ് ചെയ്യുന്നു, ഇവിടുത്തെ മൈനസ് 2 ഒന്നിച്ചാകുന്നു. ഇവിടെ ഡയോഡ് ബ്ലോക്കിംഗ് ഡയോഡ് എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മറ്റു പല കാര്യങ്ങളൊക്കെ ഇപ്പോൾ തൽക്കാലം അത് ഇഗ്നോർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കറണ്ടിനെ IA, അവിടെ നിന്ന് വരുന്ന കറണ്ടിനെ IA എന്ന് വിളിക്കുന്നു. റൈറ്റ് സൈഡിൽ കറണ്ട് IB എന്ന് പറഞ്ഞ് വിളിക്കുന്നു. അതിപ്പോൾ പുറത്ത് മൊത്തത്തിൽ ടോട്ടൽ കറണ്ട് IT എന്ന് പറയുമ്പോഴത്തേക്കും 2 കറണ്ടുകളുടെ ആകത്തുകയാണ്. IA + IB ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അതായത് നമ്മൾ പാരലായിട്ട് ആഡ് ചെയ്യുമ്പോൾ, പാരലായിട്ടുള്ള കണക്ഷൻസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അറേ ചെയ്യുമ്പോഴത്തേക്കും ഓരോ സെല്ലുകളുടെ അല്ലെങ്കിൽ ഓരോ പാനലിൻ്റെ കറണ്ടുകൾ, അതായത് ഇതിൻ്റെ അകത്തുള്ള ടോട്ടൽ കറണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഇത് രണ്ടിൻ്റെ സെയിം കറണ്ട് തന്നെ ആയിരിക്കും. ഇത് കൂടെ ഒഴുകുന്ന കറണ്ട് ഇത് രണ്ടും സെയിം കറണ്ട് ആയിരിക്കും. എന്നാൽ അത് രണ്ടും ആഡായിട്ട് ടോട്ടൽ ഇതിൻ്റെ, ഇപ്പോൾ സപ്പോസ് ഇത് ഒരേപോലത്തെ പാനൽസാണ് കണക്ട് ചെയ്തേക്കുന്നതെങ്കിൽ ഇതിൻ്റെ അകത്ത് കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് സെയിം, ഇതിൻ്റെ അകത്ത് കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് സെയിം. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത്, അതായത് ഇപ്പോൾ ഈ ഒരു സെല്ലിന് 1 ആംപിയർ, ഈ ഒരു സെല്ല് 1 ആംപിയർ ആണെങ്കിൽ ടോട്ടൽ 2 ആംപിയർ നമുക്ക് പുറത്ത് കിട്ടും. അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ നമ്മുടെ ഇൻവെർട്ടറിലേക്ക് ഇത് കണക്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻവെർട്ടേഴ്സിന് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു വോൾട്ടേജ്, അതായത് കൃത്യമായിട്ടുള്ള റേഞ്ച് ആയിരിക്കും അവർ പറയുന്നത്. അത് ഇത്ര വോൾട്ട് മുതൽ ഇത്ര വോൾട്ട് വരെ ഉള്ള റേഞ്ചിലുള്ള ഒരു വോൾട്ടേജും അതുപോലെ തന്നെ അതിന് പറ്റിയ റേഞ്ചിലുള്ളൊരു കറണ്ടും കിട്ടണം. ഇപ്പോൾ ഇല്ലാത്ത പക്ഷം നമുക്ക് ഈ പാനൽസ് ചുമ്മാ നമ്മുടെ തോന്നിയ പോലെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഓണാവാൻ അല്ലെങ്കിൽ ഇതിന് ഇൻവെർട്ടറിന് പ്രോപ്പർലി വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇത് കിട്ടില്ല. അതുകൂടാതെ തന്നെ നമ്മൾ കൊടുത്തതിപ്പോൾ വളരെ കൂടിയ വോൾട്ടേജ്, ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ വോൾട്ടേജ് ഇങ്ങനെ ആഡായി പോവുകയാണ്. 30 വോൾട്ടിൻ്റെ നാളിന് കണക്ട് ചെയ്യുമ്പോൾ തന്നെ 120 വോൾട്ടായി. സ്റ്റാൻഡേർഡ് ടെസ്റ്റ് കണ്ടീഷനിലാണ് അത് തന്നെ. അപ്പോൾ സ്റ്റാൻഡേർഡ് കണ്ടീഷനുകളിൽ വർക്ക് ചെയ്യും. അപ്പോൾ ആ ടൈമിൽ ഫുൾ വോൾട്ടേജ് നമുക്ക് കയറി വരും. അപ്പോൾ 30 × 4 120 വോൾട്ട്. അപ്പോൾ നമ്മുടെ ഇൻവെർട്ടറിന് അത്ര വോൾട്ടേജ് എടുക്കാൻ പറ്റില്ലെങ്കിലോ അത് അടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ചില ഇൻവെർട്ടറിന് അത് കൂടുതലുള്ള വോൾട്ടേജ് കൊടുത്താലേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ 120 ചിലപ്പോൾ മതിയാവാതെ വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇതിന് ഓപ്പറേറ്റിംഗ് റേഞ്ച് എന്ന് പറയുന്നത്, അപ്പോൾ അതായത് ഇൻവെർട്ടർ വർക്ക് ചെയ്യാൻ കൊടുക്കുന്ന ആ ഒരു വോൾട്ടേജിനെയാണ് നമ്മൾ ആ റേഞ്ച് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരു റേഞ്ചിലെ വോൾട്ടേജ് നമ്മൾ സോളാർ പാനൽ വഴി പ്രൊഡ്യൂസ് ചെയ്ത് ഇൻവെർട്ടറിൽ എത്തിച്ചാൽ മാത്രമാണ് അത് ഓണാവുകയും നമുക്ക് പവർ ഡെലിവറി ചെയ്യുള്ളൂ. പക്ഷേ നമ്മൾ ഈ ഒരു റേഞ്ചിൽ കൊടുത്തു എന്ന് കരുതി ഈ ഇൻവെർട്ടർ അതേ ഫുൾ പവറിൽ അല്ലെങ്കിൽ അതിൻ്റെ മാക്സിമം പവർ തന്നെ എന്നുള്ളതല്ല വരുന്നത്. അതായത് ഇറ്റ് ഡസൻറ്റ് ഗ്യാരണ്ടി യു ആർ ഗെറ്റിംഗ് ദ മോസ്റ്റ് പവർ യു പോസിബിളി ക്യാൻ ഔട്ട് ഓഫ് ഇറ്റ് എന്ന് പറയുന്നുണ്ട്. മാക്സിമം പവർ അതിൻ്റെ അകത്തുനിന്ന് കിട്ടുമെന്ന് ഉറപ്പില്ല. അപ്പോൾ അതിന് വരാൻ വേണ്ടിയാണ് നമ്മൾ ഒരു മാക്സിമം പവർ പോയിൻ്റ് ട്രാക്കർ അല്ലെങ്കിൽ ആ പവറിനെ എടുക്കാൻ വേണ്ടി, അതായത് അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ അതിനെ ഒപ്റ്റിമൈസ് ചെയ്യാമെന്ന് പറയും. ഒരു ഒപ്റ്റിമൈസ് ഔട്ട്പുട്ട് കിട്ടുകയെന്ന് പറയും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു മെത്തേഡാണ് മാക്സിമം പവർ പോയിൻ്റ് ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ഇൻവെർട്ടറിലുള്ള അതിൻ്റെ ടെർമിനൽസ് പൊതുവെ നമ്മൾ MPPT എന്നാണ് വിളിക്കുക. MPPT അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞതാണ് മാക്സിമം പവർ പോയിൻ്റ് ട്രാക്ക് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഇതിലേക്കാണ് നമ്മൾ നമ്മുടെ ഫൈനൽ കണക്ഷൻസ് കൊടുക്കുന്നത്. നമ്മളൊരു ഇൻവെർട്ടർ എടുത്താൽ അതിൻ്റെ അകത്ത് ഇങ്ങനെ ടെർമിനൽസ് പ്ലസ് മൈനസ് കണക്ട് ചെയ്യാനുള്ള ടെർമിനൽസ് ഉണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ MPPT എന്നാണ് ജനറലി വിളിക്കുന്നത്. ഇത് പിന്നെ വൈഫൈ ആയിട്ടൊക്കെ സിങ്ക് ചെയ്യാനുള്ള ഒരു ആൻറ്റിന കാണാം. അപ്പോൾ മെയിൻലി ഇതാണ് അതിൻ്റെ ഉദ്ദേശം, MPPT ടെർമിനൽ. പിന്നെ ഇതിൻ്റെ അകത്ത് AC ഔട്ട് എടുക്കാനുള്ള ടെർമിനലുണ്ട്. ഇപ്പോൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. 9 കിലോവാട്ടിൻ്റെ ഗ്രിഡ് ടൈറ്റ് സിസ്റ്റമാണ് നമ്മളിതിൽ എക്സാമ്പിളായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫോറിൻ പാനലാണ്. മിഷൻസ് എന്ന് പറഞ്ഞൊരു സോളാറിൻ്റെ 360 വാട്ട്സിൻ്റെ പാനലാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കാറ്റലോഗ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് കാണാം 355 വാട്ട് സ്പീക്കുണ്ട്, 360 വാട്ട് സ്പീക്കുണ്ട്, 365 വാട്ട് സ്പീക്കുണ്ട്. 3 പാനലുകളുടെ ഒന്നിച്ചുള്ള കാറ്റലോഗാണ് അണ്ടർ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് കണ്ടീഷൻ. അപ്പോൾ അതിൻ്റെ എഫിഷ്യൻസി പറയുന്നുണ്ട് 18% എഫിഷ്യൻസി ഉള്ളത് പാനലാണ് എന്നൊക്കെ പറയുന്നുണ്ട്.
നമുക്കതിൽ പ്രധാനമായിട്ടും നോക്കേണ്ടത് ഇവിടുത്തെ കറണ്ട് വോൾട്ടേജാണ്. കണ്ടോ, ഷോർട്ട് സർക്യൂട്ട് കറണ്ട് നമ്മളിപ്പോൾ 360 എടുക്കുന്നത് 9.79 ആണ്. ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് വന്നിട്ടുണ്ട് 48.08 വോൾട്ടും, റേറ്റഡ് വോൾട്ടേജ് 39, അല്ലെങ്കിൽ മാക്സിമം വോൾട്ടേജ് അറ്റ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ 39.28 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതിനു വേണ്ടി ഒരു ഇൻവെർട്ടർ സെലക്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ പേര് SMA സണ്ണി ബോയ് എന്ന് പറഞ്ഞൊരു ഇൻവെർട്ടറാണ്. 7700 വാട്ട്സിൻ്റെയാണ്, അല്ലെങ്കിൽ 7.7 കിലോ വാട്ടിൻ്റെ ഇൻവെർട്ടറാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാറ്റലോഗ് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നത് 270 മുതൽ 450 വോൾട്ട് വേണം അതിന് വർക്ക് ചെയ്യാൻ വേണ്ടി. ഇതിൻ്റെ കാറ്റലോഗാണ്. ഇപ്പോൾ 6 കിലോ വാട്ടിൻ്റെ ഉണ്ട്, 7 കിലോ വാട്ടിൻ്റെ ഉണ്ട്, 7.7 കിലോ വാട്ടിൻ്റെ ഉണ്ട്. നമ്മളിപ്പോൾ 7.7 കിലോ വാട്ടിൻ്റെ ആണല്ലോ പറഞ്ഞത്. അപ്പോൾ 270 മുതൽ 480 അതിൻ്റെ റേഞ്ച് വരുന്നത്. റേറ്റഡ് MPP വോൾട്ടേജ് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ റേഞ്ച് അത്രയാണ് വേണ്ടത്. മാക്സിമം DC വോൾട്ടേജ് കൊടുക്കാൻ പറ്റുന്ന 600 വോൾട്ട് വരെ മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ മെയിൻലി തൽക്കാലം ഇപ്പോൾ ഇത് നോക്കിയാൽ മതി. പിന്നെ നമുക്ക് വേറൊരു കാര്യം നോക്കേണ്ടത്, ഓരോ MPPTലും 10 ആംപിയർ വെച്ച് കൊടുക്കാൻ പറ്റും. ഷോർട്ട് സർക്യൂട്ട് കൊണ്ട് മാക്സിമം 18 ആംപിയർ വെച്ച് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് മിനിമം എത്ര എണ്ണം കൊടുക്കണം. അതായത് ഇതിൻ്റെ അകത്ത് 270 വോൾട്ട് ടു 480 എന്നാണ് കൊടുത്തേക്കുന്നത്. ഇത് ഓർത്ത് വയ്ക്കണം, ഈ ഫിഗർ ഓർത്ത് വയ്ക്കണേ. അപ്പോൾ 270 വോൾട്ടാണ് മിനിമം വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 270 വോൾട്ട് എത്തിക്കാൻ വേണ്ടി നമ്മുടെ ഒരു പാനലിന് 39.28 വോൾട്ടാണ് അതിൻ്റെ മാക്സിമം വോൾട്ടേജ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര പാനൽ മിനിമം കൊടുത്താലാണ് ആ വോൾട്ടേജ് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 270 ഹരണം 39.28 അല്ലേ. അതായത് നമ്മൾ എത്ര പാനൽ സീരീസ് കണക്ട് ചെയ്ത്, ഏകദേശം 7 പാനൽ സീരീസ് കണക്ട് ചെയ്താലല്ലേ 39. ഞാൻ ഒരു റൗണ്ട് ചെയ്ത് 40 എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഞാൻ എളുപ്പത്തിന് ഓർക്കാൻ വേണ്ടി പറയാം. അപ്പോൾ 40 ഗുണം 7 എന്ന് പറഞ്ഞാൽ എത്ര, 280 വോൾട്ട് തന്നെയല്ലേ. അപ്പോൾ 270 മുകളിൽ കയറും നമുക്ക് മനസ്സിലായി. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. 270 ഹരണം 39.28 ചെയ്തു. അപ്പോൾ 6.87. അപ്പോൾ നമ്മളത് റൗണ്ട് ചെയ്തിട്ട്, കാരണം 6.87 എന്ന് പറഞ്ഞ ഒരു പാനൽ ഇടാൻ പറ്റില്ലല്ലോ. ഒന്നുമില്ലെങ്കിൽ 6 പാനൽ അല്ലെങ്കിൽ 7 പാനൽ. അതിന് 6.5 പാനൽ എന്ന് പറഞ്ഞ് ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതാണ് അവിടെ ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ സ്ട്രിങ്ങിൻ്റെ വോൾട്ടേജ് 600 വോൾട്ട് വരെയല്ല മാക്സിമം പോകാൻ പാടുള്ളൂ. അപ്പോൾ 600 വോൾട്ടിൻ്റെ ഉള്ളിൽ ഒതുക്കുകയും വേണം. അപ്പം നമുക്ക് അതിന് വേണ്ടി നമ്മൾ വിചാരിക്കുന്നു മാക്സിമം ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് അതിൻ്റെ അകത്ത് എടുക്കുന്നു. അതായത് ഇത് മാക്സിമം വോൾട്ടേജ് ആയിരുന്നു. ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് അതിനേക്കാളും കൂടുതലാണ് കിട്ടുന്നത്. ഇവിടെ കാണാം 48.08 ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്. റേറ്റ് വോൾട്ടേജാണ് നമ്മൾ നേരത്തെ എടുത്തത് 39.28. അപ്പോൾ മിനിമത്തിന് 39.28 ഉപയോഗിക്കുക. മാക്സിമം എത്ര എണ്ണം കൊടുക്കുക എന്നുള്ളതിന് 48.08 ഉപയോഗിക്കുക. അപ്പോൾ 48.08 എടുത്തിട്ടുണ്ട്. അപ്പോൾ 600 ഹരണം 48.08 എന്ന് പറഞ്ഞാൽ 12.48 എന്ന് കിട്ടും. അപ്പോൾ നമ്മളിത് റൗണ്ട് താഴത്തേക്ക് ചെയ്യണം. കാരണം 13 ഓൾറെഡി 12 പാനൽ 12.48 പാനൽ, സപ്പോസ് 12.5 പാനൽ വയ്ക്കാൻ പറ്റുവാണെങ്കിൽ തന്നെ 600 വോൾട്ട് എത്തി. അപ്പോൾ നമ്മൾ അത്ര എത്തിക്കരുത്, അതിനേക്കാളും താഴെ നിർത്തിക്കണം. അപ്പോൾ 12 പാനലിലേക്ക് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി അല്ലേ. അതായത് 7 പാനൽ എന്തായാലും മിനിമം കണക്ട് ചെയ്യണം, എന്നാൽ 12 എക്സീഡ് ചെയ്യാനും പാടില്ല എന്നുള്ളൊരു ഐഡിയ കിട്ടി. അപ്പോൾ ഇത് ഫൈനലല്ല, നമുക്ക് കുറച്ച് പണി ഇതിൻ്റെ അകത്ത് ബാക്കി ഉണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് ഓർക്കുകയാണെങ്കിൽ ഇതാണ് ഏകദേശം റേഞ്ച് നമുക്ക് കിട്ടി, എത്ര പാനൽ സീരീസ് മിനിമം പോകും എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടി. അതായത് ഇവിടെ ഒരു പ്രധാന ഘടകം ഒളിഞ്ഞിരിപ്പുന്നുണ്ട്. അത് വേറൊന്നുമല്ല, അവിടുത്തെ ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് എന്ത് പറ്റും, നമ്മുടെ പാനലിൻ്റെ അകത്ത് സോളാർ പാനലിൻ്റെ അകത്തുള്ള ഡീറ്റെയിൽസ് മാറും. നമ്മൾ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് കണ്ടീഷനിലാണ് വരുന്നത്. സെൽ ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് ഈ കണ്ടീഷനെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അപ്പോൾ അത് എത്രത്തോളം പോകും എന്നുള്ള കാര്യം നമ്മൾ കണക്കിലെടുത്തതിന് ശേഷം വേണം ഈ പാനലിൻ്റെ എണ്ണം തീരുമാനിക്കാൻ. അതായത് ഇപ്പോഴും നമുക്ക് 7 to 12 പാനൽ, ഈ 7 മിനിമം 12 മാക്സിമം എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു വാല്യൂവിൽ ഉറപ്പിക്കണം എന്നുള്ളൊരു കാര്യം ഓക്കെയാണ്. അപ്പോൾ അതിൽ ഏത് ഉറപ്പിക്കണം ബെസ്റ്റ് എന്നുള്ളത് നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഗൂഗിളിൻ്റെ സഹായം തേടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സിറ്റിയിലുള്ള മിനിമം മാക്സിമം റേഞ്ചുകൾ കിട്ടുന്നുണ്ട്. ഒരു ജാനുവരി ടു ഡിസംബർ വരെയുള്ള ഒരു റേഞ്ചാണ് അതിൻ്റെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ലൊക്കേറ്റഡ് ലോ ടെമ്പറേച്ചറും അവിടുത്തെ ഹൈ ടെമ്പറേച്ചറും കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ബോയ്സ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്, അവിടുത്തെ ഒരു ഡാറ്റയാണ് ഇത് എടുത്തേക്കുന്നത് ഒരു എക്സാമ്പിൾ കാൽക്കുലേഷൻ വേണ്ടി. അവിടെ -33 ആണ് അവിടുത്തെ ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചർ. അപ്പോൾ ഈ ടെമ്പറേച്ചർ നോക്കാൻ കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ നമുക്ക്
ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കാണിച്ച നമ്മുടെ ഡിഫറെൻറ്റ് പാനൽസിൻ്റെ ഡാറ്റയിലുള്ള പോലെ തന്നെ ഈ സോളാർ പാനലിലും ഡാറ്റ അവൈലബിൾ ആണ്. നോർമൽ ഓപ്പറേറ്റിംഗ് സെൽ ടെമ്പറേച്ചർ 44 ± 2 എന്ന് പറഞ്ഞ് കാണാം. അതിൽ മാക്സിമം പവർ എത്ര വെച്ച് കുറയുന്നുള്ളതാണ്. ഓരോ ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കൂടുമ്പോൾ പവർ -0.377% വെച്ച് കുറയും. അതായത് 0.377%, ഓൾമോസ്റ്റ് 0.4% വെച്ച് ഓരോ ഡിഗ്രി സെൽഷ്യസ് കൂടുമ്പോൾ, ടെമ്പറേച്ചർ കൂടുമ്പോൾ പവറിൻ്റെ നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്ന പവറിനേക്കാളും മാക്സിമം പവറിനേക്കാളും ഇത്ര ശതമാനം കുറയും. ആ പവറിൻ്റെ ഇത്ര ശതമാനം കുറയും. അതായത് നമ്മുടെ നോർമൽ 25 ഡിഗ്രി സെൽഷ്യസിൽ എത്ര പവറാണോ തരേണ്ടിയിരിക്കുന്നത്, ആ പവറിൽ നിന്ന് ഓരോ ഡിഗ്രി സെൽഷ്യസും 25 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ നോർമൽ സെൽ ടെമ്പറേച്ചർ എങ്കിൽ അതിൽ നിന്ന് ഇപ്പോൾ 26 ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു 0.337% കുറവുണ്ടാവും. അതായത് ഓരോ ഡിഗ്രി മാറുന്നതനുസരിച്ച് പവർ കുറയും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വോൾട്ടേജ് കുറയുന്നുണ്ട്. ഓരോ ഡിഗ്രി സെൽഷ്യസ് സെല്ലിൻ്റെ ടെമ്പറേച്ചർ കൂടുന്തോറും വോൾട്ടേജ് കുറയുന്നുണ്ട്. അപ്പോൾ ആ വോൾട്ടേജിൻ്റെ കുറവ് വരുന്നത് 0.280%, അതായത് -0.28% വെച്ച് കുറയും. നമ്മുടെ വോൾട്ടേജ്, ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കുറയും. ടെമ്പറേച്ചർ കൂടുമ്പോൾ പക്ഷേ കറണ്ടിൻ്റെ കാര്യം നേരെ തിരിച്ചാണ്. കറണ്ട് കൂടുക ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് കൂടുന്നത് നമുക്ക് പണിയാണ്. നമുക്കൊരു ഇൻവെർട്ടറിന് ഒരു പ്രത്യേക മാക്സിമം ഒരു കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ എക്സീഡ് ആയാൽ അതിൻ്റെ സർക്യൂട്ടുകൾക്ക് അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു കാര്യം അതിൻ്റെ അകത്ത് കണക്കാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് 0.46% വെച്ച് കൂടും എന്നുള്ളത് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഇത് ഈ പർട്ടിക്കുലർ പാനലിനാണ് ആലോചിക്കണം. മിഷൻ സോളാർ 360 വാട്ട്സ് പീക്കിൻ്റെ പാനലിനാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇനി നമ്മളെന്താ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഒരു സ്ഥലം, ഈ ബോയ്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടുത്തെ മാക്സിമം അല്ലെങ്കിൽ അവിടുത്തെ മിനിമം ടെമ്പറേച്ചർ പോയേക്കുന്ന -33.3 ഡിഗ്രി സെൽഷ്യസും അവിടുത്തെ മാക്സിമം വാല്യൂ 77.3 വരെ പോയിട്ടുണ്ടെന്നൊക്കെയാണ് അവരുടെ റെക്കോർഡിങ്സ് പറയുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ എത്ര വോൾട്ടേജ് ഡിപ്പാവുന്നു, അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ എത്ര വോൾട്ടേജ് ഡിപ്പാവുന്നു, ടെമ്പറേച്ചർ കുറയുമ്പോൾ എത്ര വോൾട്ടേജ് കയറുന്നു എന്നുള്ള കാര്യം നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണം. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് അവിടുത്തെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് നമ്മൾ എടുക്കുന്നത് 48.08 അപ്പോൾ ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് എന്ന് പറയുക, അതായത് ഓരോ ഡിഗ്രിയിൽ എത്ര കുറയും നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. 48.08 എന്നെങ്കിൽ ഓരോ ഡിഗ്രിയിലും കുറയുന്നത് അത് 48.08 × 0.28 / 100, അതാണ് ചെയ്തേക്കുന്നത്. അതിൻ്റെ പെർസെൻറ്റേജ് എടുക്കുക. അതായത് ഓരോ ഡിഗ്രി കൂടുമ്പോഴും 0.134624 വോൾട്ട് വെച്ച് കുറയും. അതാദ്യം മനസ്സിലാക്കുക. അതായത് ഓരോ ഡിഗ്രി നമ്മുടെ സെൽ ടെമ്പറേച്ചർ 25, 26, 27 അങ്ങനെ കയറി പോകും തോറും നമ്മുടെ ഈ 0.134624 വോൾട്ട്, അല്ലെങ്കിൽ ഞാൻ റൗണ്ട് ചെയ്ത് പറയുകയാണെങ്കിൽ 0.13 വോൾട്ട് വെച്ച് ഓരോ ഡിഗ്രി കൂടുമ്പോൾ കുറയും എന്നുള്ള കാര്യം ഇതിൻ്റെ അകത്ത് വ്യക്തമായി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഇവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് റെക്കോർഡ് ടെമ്പറേച്ചർ 77.3 ഡിഗ്രിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര ടെമ്പറേച്ചർ അവിടുത്തെ റേഞ്ച് വന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓരോ ഡിഗ്രിയിലും വെച്ച് 0.13 വെച്ച് കൂടിയാൽ 77 ഡിഗ്രി കൂടുമ്പോൾ എത്ര കൂടും? 10 വോൾട്ട് അടക്കം കൂടാം. 10 വോൾട്ട് വരെ വ്യത്യാസം വരാം. ചെറിയൊരു തിരുത്തുണ്ട്. അതായത് നമ്മൾ ഈ 77 എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് ടെമ്പറേച്ചർ അല്ല ഉദ്ദേശിച്ചത്, ഈ 44 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് എത്ര കുറഞ്ഞു എന്നുള്ള കേട്ടോ. അപ്പോൾ അതൊന്ന് തിരുത്തി വായിക്കണം. അപ്പോൾ 44 നിന്ന് അതായത് 44 നിന്ന് 0 എത്രയും 44 ഡിഗ്രി കുറഞ്ഞു. അപ്പോൾ ഇത് കുറയുമ്പോൾ എത്ര വോൾട്ടേജ് വ്യത്യാസം വരുന്നു നമ്മളിപ്പോൾ കണ്ടുപിടിക്കണം. അപ്പോൾ കുറയുമ്പോൾ വോൾട്ടേജ് കൂടുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 44 ഡിഗ്രി സെൽഷ്യസിലാണ് ഈ നമ്മൾ പറഞ്ഞ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ, ഈ 48.08 വോൾട്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 0 ഡിഗ്രി സെൽഷ്യസ് ആയെന്ന് വിചാരിക്കും ഉദാഹരണത്തിന്. അപ്പോൾ എത്ര ഡിഗ്രി കുറഞ്ഞു? 44 ഡിഗ്രി കുറഞ്ഞു. ഇനി അതിൽ നിന്ന് 0യിൽ നിന്നും വീണ്ടും -33 പോയി എന്നാണ് പറയുന്നത്. അതായത് മൊത്തത്തിൽ പറഞ്ഞ ഒരു 77.3 ഡിഗ്രിയുടെ കുറവ് വന്നു. അപ്പോൾ കുറവ് വരുമ്പോഴത്തേക്കും വോൾട്ടേജ് കൂടും. അപ്പോൾ അത് എത്ര കൂടി? 10 വോൾട്ടേജ് കൂടും. അതാണ് ഇവിടെ നമുക്ക് കിട്ടിയത്. അതായത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ 48.08 എന്ന് പറഞ്ഞാൽ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജും ഈ പെർസെൻറ്റേജുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഒരു വാല്യൂ കിട്ടും. എന്നിട്ട് ആ വാല്യൂ നമുക്ക് എത്ര ടെമ്പറേച്ചർ ചേഞ്ച് വന്നു എന്നുള്ളതായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10.46
406 കിട്ടും. ഇത് 10.406 പോസിറ്റീവ് വാല്യൂ. അപ്പം നമ്മുടെ വോൾട്ടേജ് കൂടുന്നുള്ള അത് നമ്മൾ ലോജിക്കലി ആലോചിച്ചാൽ മതി. നമ്മുടെ ടെമ്പറേച്ചർ കുറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. -33 വരെ കുറയുമ്പോൾ വോൾട്ടേജ് കൂടും, കറണ്ട് കുറയും. ആ ഒരു കാര്യമാണ് സംഭവിക്കുന്നത് നമ്മൾ പറഞ്ഞു. അതായത് ആ ബോയ്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏറ്റവും കോൾഡസ്റ്റ് റെക്കോർഡ് ചെയ്ത ദിവസം 48 വോൾട്ട് കിട്ടേണ്ട സ്ഥാനത്ത് 58.486 വോൾട്ടേജാണ് കിട്ടുന്നത്. അപ്പം നമ്മൾ അങ്ങനെയുള്ളൊരു അവസ്ഥയെ കൊണ്ട് 12 മാനിൽ അവിടെ പിടിപ്പിച്ചിരുന്നെങ്കിൽ നമുക്ക് 600 വോൾട്ട് പകരം 701.83 വോൾട്ട് കിട്ടിയേനെ അല്ലേ. അതായത് 48 വോൾട്ട് കിട്ടുന്ന സ്ഥാനത്ത് ഈ 10 വോൾട്ടും കൂടെ ആഡ് ആയി 58 വോൾട്ട് കിട്ടിയിരുന്നത്. അപ്പോൾ സപ്പോസ് നമ്മൾ 12 പാനൽ നേരത്തെ പറഞ്ഞല്ലോ 600 വോൾട്ട് വെച്ച് കൂട്ടിയപ്പോൾ 12 പാനൽ മതി എന്ന് പറഞ്ഞു, മാക്സിമം കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ മാക്സിമം 12 പാനൽ കൊടുത്തിരുന്നെങ്കിൽ 701 വോൾട്ടായേനെ. നമ്മുടെ 600 വോൾട്ടേ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ ഇൻവെർട്ടറിനെ ഡാമേജ് ചെയ്യുന്ന രീതിയിൽ അവിടെ വോൾട്ടേജ് അന്ന് ഉണ്ടായേനെ. അപ്പോൾ അത് പറ്റില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ റേഞ്ചിലേക്ക് എത്തിക്കാൻ എത്ര പാനൽ വേണമെന്നുള്ളത് നമ്മളിങ്ങനെ മൈനസ് ചെയ്ത് കൊണ്ടുപോകും. അതായത് ഒരു പാനലിൽ 58.486 വോൾട്ട് കിട്ടുന്നുണ്ട് ഈ ഏറ്റവും വേസ്റ്റ് കണ്ടീഷനിൽ. അപ്പോൾ നമ്മൾ 701 നിന്ന് ഒരു പ്രാവശ്യം 58.486 മൈനസ് ചെയ്തപ്പോൾ 643 കിട്ടി. പിന്നെ ഒരു പ്രാവശ്യം കൂടി മൈനസ് ചെയ്തപ്പോൾ 584.86 കിട്ടി. അപ്പോൾ 2 പാനൽ മൈനസ് ചെയ്തു. 12 പാനൽ വെച്ചാൽ ശരിയാവില്ല. അപ്പോൾ 10 പാനൽ വെച്ചാൽ നമുക്ക് ഈ ഏറ്റവും വേസ്റ്റ് കണ്ടീഷൻ ഇതാണല്ലോ -33 പോയി. അപ്പോൾ 10 പാനൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്ത് സംഭവിച്ചാലും നമ്മുടെ ഇൻവെർട്ടർ സേഫായി 600 വോൾട്ട് താഴെയാണ് കിട്ടുന്നതെന്നുള്ളൊരു കാര്യം നമുക്കിതിൽ നിന്ന് വ്യക്തമായിട്ട് ഇപ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ചില കൺഫ്യൂസിങ് ആയിട്ട് തോന്നാം. അപ്പോൾ നമ്മളത് എഴുതി തന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇത് ജസ്റ്റ് കേട്ടുപോയത് ചിലപ്പോൾ കൺഫ്യൂഷൻ ആകും. ബട്ട് ഇത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നുള്ളൂ. അപ്പോൾ പോസ് ചെയ്തോ റീവൈൻഡ് ചെയ്തോ നിങ്ങൾക്ക് ഒന്നും കൂടി കണ്ടു കഴിഞ്ഞാൽ ക്ലിയർ ആവും. അപ്പോൾ 2 പാനലിൻ്റെ നമ്മൾ കുറച്ചപ്പോൾ ഇത് കറക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് 10 പാനൽ വയ്ക്കാം. അതായത് ഏറ്റവും വേസ്റ്റ് കണ്ടീഷനിൽ, അതായത് ഏറ്റവും ടെമ്പറേച്ചർ കുറയുന്ന കണ്ടീഷനിൽ 600 വോൾട്ടിൻ്റെ അകത്ത് നിർത്താൻ വേണ്ടി നമ്മൾ 10 പാനൽ മാക്സിമം കൊണ്ട് വയ്ക്കാം നമുക്ക് പറ്റുന്നുള്ള കാര്യം നമ്മളിതിന്ന് വ്യക്തമാക്കി കിട്ടി. ഈ പറഞ്ഞ സ്ഥലത്ത് ഇനി വലിയ ടെമ്പറേച്ചർ വരാൻ മീൻസ് -33 പോണ സ്ഥലത്തൊന്നും ഒരിക്കലും ഭയങ്കര ഹൈ ടെമ്പറേച്ചർ ഒന്നും വരാൻ പോകില്ല. അപ്പോൾ അവിടെ വലിയ വേറെ ഇഷ്യൂസ് ഒന്നും വരാൻ സാധ്യതയില്ല. അപ്പോൾ നമുക്ക് 7 to 10 വേണമെങ്കിൽ ഉറപ്പിക്കാം. എന്നാൽ വേറൊരു എക്സാമ്പിളും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു റേഞ്ച് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഡെത്ത് വാലിയുടെ ഒരു എക്സാമ്പിൾ എടുക്കുക. ഡെത്ത് വാലി എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ തന്നെ ഒരു സ്ഥലം എടുക്കണം. അവിടെ മാക്സിമം ടെമ്പറേച്ചർ 56.7 വരെയൊക്കെ പോകും. -ഒന്നുമല്ല പോകുന്നത്, അവിടെ ഭയങ്കര മരുഭൂമി പോലത്തെ സ്ഥലമാണ്. അപ്പോൾ അവിടെ 56.7 ഡിഗ്രി സെൽഷ്യസ് റേഞ്ചിലേക്ക് പോകും. അതായത് നമ്മുടെ നോർമൽ ഓപ്പറേറ്റിംഗ് സെൽ ടെമ്പറേച്ചർ 44 ആണെങ്കിൽ ഇത് 56, അതായത് 12.7 കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് എന്ത് സംഭവിക്കും? വോൾട്ടേജ് കുറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടുത്തെ മാക്സിമം വോൾട്ടേജ് എത്ര കുറയും എന്നുള്ള കാര്യം നമ്മളൊന്ന് നോക്കി മനസ്സിലാക്കി വെക്കണം. അപ്പോൾ അപ്പോൾ നമ്മൾ 39.28 എന്ന് പറഞ്ഞ വാല്യൂ ആണ് നമ്മളവിടുത്തെ മാക്സിമം വോൾട്ടേജ്. അത് കുറയുന്നത് എത്രയാണെന്ന് നോക്കുകയാണ്. 0.337 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ 0.337 മറ്റേ നമ്മുടെ ഡാറ്റ ഷീറ്റിൽ നിന്ന് തന്നെ കിട്ടിയത്. അതിൻ്റെ പവറിൻ്റെ ഡാറ്റ ഷീറ്റിൽ നിന്ന് കിട്ടിയ -0.337 എന്നുള്ളത് പവർ എത്ര കുറയുമെന്ന് നോക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഓരോ ഡിഗ്രി സെൽഷ്യസ് കൂടുന്തോറും 0.148 വെച്ച് കുറയും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഡെത്ത് വാലിയിൽ 12.7 ഡിഗ്രി കൂടുന്നുണ്ട്. അപ്പോൾ ഓരോ ഡിഗ്രിക്കും 0.148 ആണെങ്കിൽ 12.7 ഡിഗ്രി കൂടുമ്പോൾ നമുക്ക് 1.8 വോൾട്ട് നഷ്ടപ്പെടും. അതായത് നമുക്ക് ശരിക്കും ഒരു പാനലിൽ 39.28 കിട്ടേണ്ട സ്ഥാനത്തിൽ 37.4 കിട്ടുന്നുള്ളൂ. അപ്പം നമുക്ക് നോക്കാം 7 പാനൽ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകുമെന്ന് വേണമെങ്കിൽ നോക്കാം. അപ്പോൾ 37.7 37.44 4004 × 7 എന്ന് പറയുമ്പോൾ 261 വരുന്നുണ്ട്. 261.8 വോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പക്ഷേ 270 ആയിരുന്നു വേണ്ടിയിരുന്നത്. കാരണം മിനിമം വോൾട്ടേജ് 270 എത്തിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ടെമ്പറേച്ചറിൽ ഇത്രയും 7 പാനൽ വെച്ച് കൊടുത്താൽ എന്ത് പറ്റും? നമുക്ക് 261 കിട്ടുള്ളൂ. വിച്ച് മീൻസ് നമ്മുടെ ഇൻവെർട്ടർ ഔട്ട്പുട്ട് കൊടുക്കാൻ തുടങ്ങില്ല. അവൻ്റെ ആ വോൾട്ടേജ് റേഞ്ച് എത്തിയാലേ അവൻ പണി കൊടുക്കുള്ളൂ. അല്ലാണ്ട് അവന് 270 പറഞ്ഞെങ്കിൽ 270 എത്തിച്ചോളണം. അല്ലാണ്ട് 261 എത്തിച്ചാൽ അവൻ വർക്ക് ചെയ്യാൻ തുടങ്ങില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു പാനൽ കൂടി കയറ്റിയിടുന്നു. ഒരു പാനൽ കയറ്റിയിടുമ്പോഴത്തേക്കും ആ ഒരു 37 വോൾട്ടും കൂടി കയറുമല്ലോ. അപ്പോൾ എന്തായാലും 300ൻ്റെ അടുത്തേക്ക് ചെല്ലും. അപ്പം 300 വോൾട്ടിൻ്റെ അടുത്ത് ചെല്ലും. അപ്പോൾ നമ്മൾ
ആ ഒരു റേഞ്ചിൽ ഒതുക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ മിനിമം മാക്സിമം നമ്മൾ നോക്കും. അവിടുത്തെ കേസിൽ രണ്ടും നോക്കിയതിന് ശേഷം വേണം. ഇപ്പോൾ ഈ ഡെത്ത് വാല്യൂനാണെങ്കിൽ പോലും അവിടുത്തെ മിനിമം മാക്സിമം നോക്കിയിട്ട് അതിൻ്റെ റേഞ്ച് നമ്മൾ തീരുമാനിക്കും. അപ്പോൾ 8 to 12 ഇപ്പോൾ ഈ 2 കണ്ടീഷൻ വന്ന സ്ഥലമാണെന്ന് വിചാരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ 56 ഡിഗ്രി വരെ കയറുന്നു, -33 വരെ കുറയുന്നു, അങ്ങനെയുള്ളൊരു സ്ഥലമാണെങ്കിൽ നമ്മൾ മിനിമം 8 പാനൽ, മാക്സിമം 10 പാനൽ. അപ്പോൾ 8 to 10 ആ റേഞ്ചിൽ നമ്മൾ നിർത്തും. അപ്പോൾ 10 പാനലിൽ നമ്മൾ സ്ട്രിങ് മിക്കവാറും നമ്മൾ ഒരു ഈവൻ നമ്പറായിട്ടായിരിക്കും സ്ട്രിങ് കൊടുക്കുക. അപ്പോൾ 8 കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മിനിമം കണ്ടീഷൻ സാറ്റിസ്ഫൈ, 10 കൊടുത്താൽ മാക്സിമം കണ്ടീഷൻ സാറ്റിസ്ഫൈ. അപ്പോൾ 10ലേക്ക് അങ്ങ് നമ്മൾ ഫൈനലി അങ്ങ് ഡിസൈഡ് ചെയ്തിടും. യൂഷ്വലി അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുക. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ടെമ്പറേച്ചർ കൂടുന്ന അവസ്ഥയിൽ നമ്മൾ മാക്സിമം ടെമ്പറേച്ചർ ഇൻറ്റു പവറിൻ്റെ കോഎഫിഷ്യൻ്റായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, മറ്റിടത്തൊക്കെ വോൾട്ടേജിൻ്റെ കോഎഫിഷ്യൻ്റായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, ആ ഒരു വ്യത്യാസം മാത്രം നമ്മളെപ്പോഴും ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ നമ്മൾ മിനിമം മാക്സിമം വെച്ച് സെറ്റ് ചെയ്തിട്ട്, പിന്നെ ഇപ്പോൾ 9 വോൾട്ട് നമുക്ക് ഇതിൽ വേണ്ട 9 കിലോ വാട്ടിൻ്റെ ഒരു പ്ലാന്റാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് 360ൻ്റെ 10 എന്നുള്ള രീതിയിലായിരിക്കും നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നതിൻ്റെ അകത്ത്. അപ്പോൾ ഒരു സ്ട്രിങ് അതിൻ്റെ അകത്ത് ഒതുക്കി. അപ്പോൾ 360ൻ്റെ 10 എന്ന് പറയുമ്പോൾ നമുക്ക് 3.6 കിലോ വാട്ട് കിട്ടി. അങ്ങനെ 3 സ്ട്രിങ് ചെയ്യേണ്ടി വരും. 3 സ്ട്രിങ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ 9 കിലോ വാട്ടിൻ്റെ റേഞ്ചിലേക്ക് എത്തിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഞാനിപ്പോൾ ഇതിൽ അതിൻ്റെ വിശദത്തിലേക്ക് പോകുന്നത്. സ്ട്രിങ് മിനിമം മാക്സിമം തീരുമാനിക്കുന്ന ഈ ഒരു രീതിക്കാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ വയ്ക്കുമ്പോൾ നമ്മളും നമ്മുടെ ഇവിടത്തേക്ക് ടെമ്പറേച്ചർ ഒരു നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും മാക്സിമം 70 ഡിഗ്രിയൊക്കെ വെച്ചാൽ കൂട്ടാറ്. 70 പോകാറില്ലെങ്കിലും 70 to 10, മിനിമം 10, മാക്സിമം 70 എന്നുള്ള രീതിയിലൊക്കെയാണ് ചെയ്യുന്നത്. അത് ഓരോ സ്ഥലത്തെയും സ്പെസിഫിക്കായിട്ട് നമ്മളിതുപോലെ ടെമ്പറേച്ചർ ഡാറ്റ എടുത്ത് ചെയ്താലാണ് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുള്ളൂ.